ചെയ്തിട്ടുള്ളത് വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷൻ സക്സസ് ബെറി ഗ്ലോബൽ എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാർ തരുന്ന, അതേപോലെ തന്നെ അവിടെ അങ്ങോട്ട് തുടങ്ങുന്ന ലീഡേഴ്സ് തരുന്ന എല്ലാ നോളജും നമ്മുടെ ഈ ബിസിനസ് വലിയ രീതിയിൽ നമ്മുടെ ഡ്രീമുകൾ അച്ചീവ് ചെയ്യാനുള്ള വലിയ അറിവുകളാണ് രാവിലത്തെ സെഷനുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നൊന്ന് പരിചയപ്പെടുത്താൻ, എന്റെ പേര് ഇല്യാസ് എന്നാണ്. എന്നെ പരിചയപ്പെടുത്തി രഘുനാഥ് സാറ്. രഘുനാഥ് സാർ എന്റെ ഓർഗനൈസേഷനിൽ ശക്തമായിട്ട് വലിയ രീതിയിൽ തീരുമാനം എടുത്ത് ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. വലിയ രീതിയിലുള്ള പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറും കൂടിയാണ് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയൊരു ഡയമെൻഷിപ്പിൽ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ എന്റെ നമ്മുടെ സക്സസ് ബെറി ഗ്ലോബലിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറ്, അതേപോലെ തന്നെ എന്റെ മെന്റർ ആയിട്ടുള്ള നമ്മുടെ അൽതാഫ് സാറ്, ഇവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള എന്താ പറയാ വലിയ രീതിയിലുള്ള ഒരു ചിന്താഗതി, അതേപോലെ തന്നെ ജീവിതത്തിൽ സക്സസ് ആവണം, അല്ലെങ്കിൽ ഒരു ഉയർന്ന ചിന്താഗതിയിലൂടെ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് പോലും നമുക്ക് വന്നത് ഇത്തരത്തിലൊരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ്. ഓക്കെ, ഈ ഒരു ബിസിനസ്സിൽ ഞാൻ കടന്നു വരുന്നത്, എന്റെ ഓൾറെഡി എന്റെ പേര് ഞാൻ പറഞ്ഞു, ഇല്യാസ് എന്നാണ്. എന്റെ വീട് മൂന്നിയൂര്, ചെമ്മാട് അടുത്ത് മൂന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരാനുള്ള കാരണം ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്സിൽ കടന്നു വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും പല മേഖലയിലും ബിസിനസ്സോ പരിപാടികളോ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം ഇന്നത്തെ ജീവിത ചെലവിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് തികയാത്ത ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് തിരയുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ തിരയുന്ന ഒരു സമയത്താണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഓർഗനൈസേഷനിൽ കണക്ട് ആവുന്നതും. ഈ നമുക്കറിയാം, നമ്മുടെ കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക് വന്നു. വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് പല ആളുകളും തളരുന്ന രീതിയിലോട്ട് ബിസിനസ്സും ജോലികളൊക്കെ പോയി. ആ സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് കടന്നു വരുന്നത്. ഇതിന്റെ മുന്നേയും ഡയറക്ട് സെല്ലിംഗ് മേഖല എന്താണെന്നും അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ ഒരാളാണ്. അതേസമയത്ത് ഇന്ത്യയിൽ അതിശക്തമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഏതാണെന്ന് എന്താണെന്നും അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഏറ്റവും വലിയ അതിശക്തമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനിയാണെന്ന് മനസ്സിലാക്കുന്നു. പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. പ്രൊഡക്റ്റ് ആദ്യം വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാനും വൈഫും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. 100% ബെറ്റർ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ബിസിനസ് ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാം എന്ന് തീരുമാനം എടുത്തു. അങ്ങനെ ബിസിനസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം പ്രൊഡക്റ്റ് വാങ്ങുന്നു, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്ത സമയത്താണ് ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാമെന്ന് ഞാനും വൈഫും കൂടെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഫാമിലി ആയിട്ട് അതിശക്തമായിട്ട് ആരുടെ മൈക്ക് ഓണായി കിടക്കുന്നുണ്ടോ സാർ? മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താണ്. ഓക്കെ, അങ്ങനെ ശക്തമായിട്ട് ഞാനും വൈഫും കൂടെ തീരുമാനം എടുത്തു ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. STC എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ ടീം, ശക്തമായിട്ടുള്ള ഒരു ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. പ്രത്യേകം ആ ഒരു ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ എന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെന്റർ എന്താണ്, ആരാണ് മെന്റർ ആവേണ്ടത്, മെന്റർഷിപ്പ് എന്താണ്, ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്റെ ബിസിനസ്സിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മള് പല മേഖലയിൽ നിന്ന് വരുന്ന ആളുകളാണ്. പല സിറ്റുവേഷൻസിൽ നിന്നും എന്താ പറയാ ജീവിത സാഹചര്യത്തിൽ നിന്നും കടന്നു വരുന്ന ആളുകളാണ് ഈ ബിസിനസ്സിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ചിന്തകളാണ് നമ്മളെ ജീവിതം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സാഹചര്യം നമ്മുടെ ഓരോ ജീവിത സാഹചര്യത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചിന്തകളാണ്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബിസിനസ് പരമായിട്ട് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തരുന്ന നല്ലൊരു ഉപദേഷ്ടാവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെന്റർ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ട്രഡീഷണൽ മേഖലയിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാലാണെങ്കിലോ 15, 20, 25, 30 വർഷമൊക്കെ ഒരേ ലെവലിലോട്ട് പോയി ലാസ്റ്റ് ആ ബിസിനസ് പോലും പൂട്ടിപ്പോകുന്ന ലെവലിലോട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവിടെ നമ്മൾ ആ ഒരു ട്രഡീഷണൽ മേഖലയിൽ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടാവും. അവിടെ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനിങ് മേഖലയായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ
ക്യാഷ് കൊടുത്തുകൊണ്ട് നമുക്കറിയാം വലിയ രീതിയിൽ ബിസിനസ് കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ട്രഡീഷണൽ മേഖലയിലുള്ള വലിയ വലിയ ബിസിനസ്മാൻമാർക്ക് പോലും അവര് സാലറി കൊടുത്തുകൊണ്ടുള്ള അവർക്ക് മെന്റർമാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ജീവിതത്തില് ബിസിനസ്സിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് 4-5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ പീരീഡ് കൊണ്ട് വലിയ രീതിയിൽ കോടികളുടെ സമ്പാദ്യം അല്ലെങ്കിൽ കോടികളുടെ ബിസിനസ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. അതേസമയത്ത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലും ഒരാളുടെ ഉപദേശം തേടാതെ അവനവന്റെ ഐഡിയ വെച്ചിട്ട് ട്രഡീഷണൽ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ തുറന്ന ഒരു സത്യമാണ്. നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് കാണാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ മേഖലയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് വലിയ രീതിയിലുള്ള ഡ്രീമും ഹോപ്പും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന വ്യക്തി അയാളുടെ പശ്ചാത്തലം എന്താണെന്നൊന്നും ഒരു ചോദ്യമല്ല. അതല്ലെങ്കിൽ അയാൾ കടന്നു വരുന്ന അയാളുടെ കുടുംബം അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ എഡ്യൂക്കേഷന് അയാളുടെ വിദ്യാഭ്യാസം ഒന്നും ഇവിടെ ഒരു തടസ്സമല്ല. അതിശക്തമായിട്ടുള്ള ഡ്രീം വലിയ രീതിയിൽ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധി, ആരോഗ്യം, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈമോ ഒക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ കടന്നു വരുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് വലിയൊരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് കമ്പനിയായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള MI ലെഫ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളെ കോടികള് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോകാവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ട്രഡീഷണൽ മേഖലയിൽ വലിയ രീതിയിൽ ആളുകൾ ഉയരുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് വലിയ രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉയർന്നിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്തിട്ടുള്ളത് അതേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലാണ് നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ കമ്പനിയിൽ വന്നിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ മുന്നിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് എത്ര സൈസ് ഉണ്ടോ അതിന് അനുസരിച്ചാണ് നമ്മുടെ വരുമാനം ഉണ്ടാവുക. ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ്, ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് തരുന്ന കമ്പനിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്ര സൈസിൽ നമ്മുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസ്. ഇപ്പൊ ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്ന ഒരു സംഭവമുണ്ട്. ട്രഡീഷണൽ മേഖലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹിന്ദുസ്ഥാൻ ലിവറും P&G പോലത്തെ വലിയ വലിയ കമ്പനികളുടെ FMCG പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇന്ന് എന്താ പറയാ ഇന്ത്യയിലെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ കമ്പനികൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ വിതരണം ചെയ്യുന്ന കമ്പനീന്റെ ഉൽപ്പന്നങ്ങള് വ്യത്യസ്ത രീതിയിൽ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന വലിയ വലിയ ഹൈപ്പർ മാളുകളും അത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകളും അവരാണ് അതിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ അവരുടെ നെറ്റ്വർക്ക്, അവരുടെ കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക് വലുതാക്കുമ്പം അതേ കമ്പനിയിൽ നിന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രഡീഷണൽ മേഖലയിലുള്ള വലിയ വലിയ കമ്പനികളിൽ ആ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന സമയത്ത് 25-30 വർഷമായിട്ട് ഇതേ കമ്പനിന്റെ സാധനം തന്നെയാണ് ഇപ്പുറത്തുള്ള നമ്മുടെ ചെറിയ ചെറിയ ഷോപ്പുകൾ നടത്തുന്ന സുഹൃത്തുക്കളും ബിസിനസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് കോടികൾ വരുമാനം വരുന്നില്ല? അവരുടെ നെറ്റ്വർക്ക് ചെറുതാണ്. അവരുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാഹചര്യം അവർക്കില്ല. അവരുടെ സ്ഥാപനം, അവരുടെ മൈൻഡും ഒക്കെ ആ രീതിയിൽ ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് ആ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തതുകൊണ്ട് അവർക്കും ഈ പറയുന്ന പോലെ തന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒരേ കമ്പനി തന്നെയാണ് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഇവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം MI ലെഫ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തരുന്ന, സർവീസ് തരുന്ന, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാന് തരുന്ന ഒരു കമ്പനി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വലിയ രീതിയിലുള്ള നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾക്കും വലിയ രീതിയിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനും ഇതിലുണ്ടെന്ന് പറഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് വലിയ രീതിയിലുള്ള ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമുക്കറിയാം നമുക്ക് ഈ ബിസിനസ്സിൽ 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന നമുക്ക് സിസ്റ്റം പറയുന്ന ഈ 5 ഫിംഗേഴ്സ് റൂളില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെന്റർ. നമുക്കറിയാം 5 ഫിംഗേഴ്സിൽ നമ്മുടെ തോട്ടുകൾ, നമ്മുടെ ചിന്തകൾ ചേഞ്ച് ആവാൻ വേണ്ടില്ല. ഇത്രയും കാലം നമ്മൾ എന്താണോ ചിന്തിച്ചത് ആ ചിന്തകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തികം,
നമ്മളെല്ലാം കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം, എല്ലാ ആളുകൾക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് വലിയ രീതിയിലുള്ള, അതായത് ഇത്രയും കാലം ചിന്തിച്ചതാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഇനിയും ബെറ്റർ ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ പണി നടക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലാണ്, നമ്മുടെ ചിന്തകൾക്കുള്ളിലാണ്, നമ്മുടെ പ്രവർത്തനത്തിലാണ്. ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറണം എന്നുണ്ടെങ്കിൽ ഈ 5 ഫിംഗേഴ്സ് റൂള് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ബിസിനസ്സിൽ വലിയ രീതിയിൽ സക്സസ് ഉള്ളൂ. അത് യാതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പൊ ഞാൻ പ്രത്യേകം എല്ലാ ആളുകളോടും പറയാണ്, ഈ 5 ഫിംഗേഴ്സ് റൂള് അതിശക്തമായിട്ട് നമ്മൾ ഏറ്റെടുത്താലാണ് നമ്മളെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള നമ്മളെ ചിന്ത, നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട നമ്മുടെ ചിന്തകളാണ്. ഒരു ബെറ്റർ ആയിട്ടുള്ള ചിന്ത ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബുക്ക്. ഞാൻ ഇതിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ജസ്റ്റ് 5 ഫിംഗേഴ്സ് എന്താണെന്ന് ജസ്റ്റ് കടന്നു പോകുന്നത്. ബുക്ക്, അതേപോലെ തന്നെ യൂട്യൂബ് ലിങ്കുകൾ, ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെ സ്റ്റോറികൾ വായിക്കുക, സക്സസ് ആവാനുള്ള ഫോർമുലകൾ വായിക്കുക, അതേപോലെ തന്നെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ യൂട്യൂബ് ലിങ്കുകളും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും സൂം ലിങ്കുകളും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ഫങ്ഷൻസ്, GTS-ഉം അതേപോലെ തന്നെ നമ്മുടെ BBS പോലത്തെ പ്രോഗ്രാമുകളും, ഇനി ബെറിഡേ പോലത്തെ പ്രോഗ്രാമുകളും, അതേപോലെ തന്നെ നമ്മുടെ RTP പോലത്തെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് 100% നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെന്നും ന്യൂട്രീഷൻസ് യൂസ് ചെയ്യുന്നുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ കുടുംബത്തിന്റെ ഹെൽത്ത് 100% മാറ്റത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ട്, മാറാൻ വേണ്ടിയിട്ട്, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട, നമ്മളെ മക്കൾ കൊടുക്കാണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ താൽക്കാലികം മറ്റുള്ള മേഖലയിൽ എന്തോ ബിസിനസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ബിസിനസ് മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ. നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, വലിയ രീതിയിൽ നിങ്ങൾക്ക് ബിസിനസിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് 100% യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് കസ്റ്റമർ ആയിട്ട് നമ്മൾ ആദ്യം മാറണം. അപ്പോഴാണ് നമുക്ക് ബെസ്റ്റ് കസ്റ്റമറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ ഞാൻ പറയാണ്, ഫാമിലി ആയിട്ട് നിങ്ങൾ ബിസിനസ്സിനായിട്ട് കണക്ട് ആവുകയാണെങ്കിൽ 100 കണക്കിന് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ ഫാമിലി ആയിട്ട് കണക്ട് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഫാമിലിനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിനെ, നല്ല കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാനും നിലനിർത്താനും നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്ന പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ പറഞ്ഞുകൊണ്ടെന്നത് ആ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അപ്ലൈന് വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഉപദേഷ്ടാവ്, ഒരു നമ്മുടെ എന്താ പറയാ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിവ് തരാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മോട്ടിവേഷൻസും അതിന് വേണ്ടുന്ന ടിപ്സുകൾ തരാൻ വേണ്ടി 100% നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു അപ്ലൈന് വേണം, ഒരു മെൻഡർ വേണം. അപ്ലൈൻ എന്നല്ല, മെൻഡർ ആയിട്ടുള്ള ഒരാൾ വേണം. ഈ മെൻഡർ നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആരായിരിക്കണം മെൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരു മെൻഡറെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മെൻഡറുടെ കീഴിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കണം നമ്മുടെ മെൻഡർ. ഓൾറെഡി അദ്ദേഹത്തിന് ഒരു ശക്തനായിട്ടുള്ള ഒരു മെൻഡർ ഉണ്ടായിരിക്കണം. നമുക്ക് ഇപ്പൊ എനിക്ക് 100% പറയാൻ പറ്റും, അൽത്താഫ് സാറാണ് എന്റെ ബിസിനസിന്റെ മെൻഡർ. എന്റെ ബിസിനസ്സിനും നമുക്ക് പ്രകൃതിപരമായിട്ട് പല ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പോലെ, അപ്പൊ നമുക്കറിയാം എന്താ പറയാ, വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായി, ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ് മേഖലയിലും പലതരത്തിലുള്ള പ്രതിസന്ധികളും പല താഴ്ചകളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്റെ ബിസിനസ്സിലും നമ്മളെ മണി ചെയിൻ പോലത്തെ പല സംഭവങ്ങളും വന്ന് ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. പക്ഷെ ആ സമയത്ത് അതിശക്തമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും എന്നെ പിടിച്ചു നിർത്താനും എന്നെ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാനും എനിക്ക് എന്റെ മെൻഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിശക്തമായിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നത്, ബിസിനസ് ബിൽഡാക്കി എടുക്കുന്നത്. നെഗറ്റീവായി എന്നല്ല, ഒരു നിമിഷം പോലും ഒരു ഇഞ്ച് പോലും നെഗറ്റീവ് തോട്ട് എനിക്ക് വന്നില്ല. അതേസമയത്ത് എന്റെ ബിസിനസ്സിന് വീണ്ടും ഉയർത്തുന്ന രൂപത്തിലോട്ട് എന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്റെ മെൻഡറാണ്. എന്ത് തരത്തിലുള്ള ഏത് സമയത്തും ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് മെൻഡർ ഉണ്ടാവും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് പ്രകൃതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും എല്ലാത്തിനും അത്തരത്തിലുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിന് വലിയൊരു നിലവേരായിട്ടുള്ള ഒരു വലിയൊരു വേര് താഴത്തോട്ട് പോകുന്നതുകൊണ്ടാണ് ആ മരം പോലും അവിടെ നിലനിൽക്കുന്നത്. ആ നിലവേര് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മരം ഇല്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ മെൻഡർ സുഹൃത്തുക്കളെ. പല ആളുകൾക്കും മെൻഡർ ഇല്ല. ഈ മെൻഡർ എന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ അവര് വായുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടോ മെൻഡർ, യാതൊരു തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താ പറയാ, ചില ആളുകൾക്ക് മെൻഡർ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ ഈ ക്രോസ് ലൈൻ ആയിട്ടുള്ള ആളുകളെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ തേടാൻ തുടങ്ങും.
സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ക്രോസ് ലൈൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ വലിയ ഉപദേശങ്ങളൊന്നും തരൂല. ഒരു നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും ടിപ്സുകളൊക്കെ പറയാന്നല്ലാണ്ട് നിങ്ങളെ ബിസിനസിനെ ഗ്രോ ചെയ്യിക്കാൻ, നിങ്ങളുടെ ബിസിനസിനെ കൈപിടിച്ചു ഉയർത്താൻ നിങ്ങളുടെ മെന്റർക്ക് കഴിയുള്ളൂ സുഹൃത്തുക്കളെ. എത്ര വലിയ ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലൈൻ ക്രോസ് ലൈൻ ആയിട്ട് ഉള്ള ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശക്തനായിട്ടുള്ള ഒരു മെന്റർ നിങ്ങൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ മെന്റർ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അയാളുടെ ബ്രെയിനിന്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ അയാളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, അയാളുടെ ബിസിനസ് മെല്ലെ 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 ഇല്ലാണ്ടാവും. അയാൾ വിചാരിക്കും ഞാൻ വലിയ ഐഡിയക്കാരനാണ്, എന്റെ ബിസിനസ് ശക്തമായിട്ട് പോണ്ടാവും എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ഒരു നൂല് പൊട്ടിയ പട്ടം പോലെ ആയിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പൊ നമുക്കറിയാം നൂലിന്റെ കൺട്രോളോട് കൂടിയിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആരാണോ പട്ടം പറത്തിക്കുന്നത് ആ വ്യക്തി നൂല് ലൂസാക്കി കൊടുത്താൽ അത് പൊങ്ങി പൊങ്ങി പോകുന്നുണ്ടാവും, മുകളിലോട്ട് പോകുന്നുണ്ടാവും. അതേ സമയത്ത് ആ പട്ടത്തിന്റെ നൂലെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഒരു ലക്ഷ്യമില്ലാത്തൊരു സ്ഥലത്തോട്ട് നീളെ കാറ്റിന് പറന്നു പോകും, ഒരിക്കലും മുകളിലോട്ട് പോയില്ല. നീളെ പോയിട്ട് മെല്ലെ എന്ത് ചെയ്യും? താഴ്ന്നു വന്ന് നിലത്തോട്ട് താഴത്തോട്ട് വീണു പോകും. ഇതേപോലെ നിങ്ങൾ വിചാരിക്കുന്ന മെന്ററിലാണ് എന്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ഈ ബിസിനസ് അങ്ങ് ബിൽഡ് ചെയ്താൽ അങ്ങ് കേറിപ്പോന്ന് തോന്നൽ മാത്രമാണ്. അത് വെറും നേരത്തെ പറഞ്ഞ പോലെ നൂല് പൊട്ടിയ പട്ടം പോലെ നീളെ പറന്നുപോയി ലാസ്റ്റ് താഴത്തോട്ട് വീഴാനുള്ളതാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ട് അതിശക്തമായിട്ടുള്ള ഒരു മെന്റർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ വളരെ പ്രത്യേകം എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, മിനിമം ഒരു STC ആൻഡ് എബോ ആയിട്ടുള്ള ഒരു വ്യക്തിനായിരിക്കണം നിങ്ങൾ മെന്ററായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം അദ്ദേഹത്തിനാണ് കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളും മനോജ് സാർ അടങ്ങുന്ന വലിയൊരു ടീമിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം STC ആൻഡ് എബോ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു STC ആൻഡ് എബോ ആയിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ മെന്ററായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വലിയൊരു പോയിന്റ് ആണ്, നമ്മള് മെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കാരനല്ല. പല ആളുകളുടെയും തെറ്റിദ്ധാരണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെന്റർ എന്ന് പറയുന്നത് നമ്മളെ ജോലി എടുക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അതല്ല സുഹൃത്തുക്കളെ, മെന്റർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തേടാനും പറഞ്ഞു തരാനുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ നിങ്ങൾ കാണുക, അല്ലാതെ നമ്മുടെ ജോലിക്കാരനല്ല സുഹൃത്തെ. നമ്മളുടെ ലൈഫില് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള എല്ലാ സപ്പോർട്ടും, നമ്മുടെ മെന്റലി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തരാനും, നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിശക്തമായിട്ടുള്ള ഒരു കൈത്താങ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മെന്റർ. ആ മെന്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കലി ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മഹാഭാഗ്യാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ട്രഡീഷണൽ മേഖല, വീണ്ടും ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ട്രഡീഷണൽ മേഖലയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നിങ്ങൾക്ക് സാധനം തരുന്ന ഹോൾസെയിലർ, അയാൾക്ക് സാധനം കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ, അയാൾക്ക് സാധനം കൊടുക്കുന്ന സ്റ്റോക്കിസ്റ്റ്, ഈ ആളുകളുടെ ഒക്കെ ബിസിനസ് ആണ് ഈ റീറ്റെയിലുകാരൻ രാവും പകലില്ലാണ്ട് ഊണ് ഉറക്കം വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾക്കോ ഒരു മെഴ്സിഡീസ് ബെൻസോ വലിയ രീതിയിലുള്ള സക്സസോ ഇല്ല. ഞാൻ പറയുന്നത് സാധാരണ ചെറിയ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിന്റെ കഥ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം ഈ ഹോൾസെയിലറുടെ സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഈ ഹോൾസെയിലർ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഒരു ഉപദേശം തരൂല. എന്ന് മാത്രല്ല, അഥവാ എന്തെങ്കിലും കടം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെന്ത് ചെയ്യും? അയാൾ നമ്മോട് ചോദിക്കുക, പൈസ വിടറോ, എന്റെ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് പൈസ വേണം, പൈസ താന്ന് പറയും. ഇതല്ലാണ്ട് എന്താ സുഹൃത്തുക്കളെ നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്? അതേ സമയത്ത് ഈ ബിസിനസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലേ കിട്ടിയത്? എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും 20 മുതൽ 40-50% വില കുറച്ച് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നേ. അതേപോലെ തന്നെ എല്ലാ ആളുകൾക്കും 2 ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്താൽ ഏതൊരാൾക്കും എത്ര വലിയ ഉയരത്തിലോട്ടും എത്താൻ പറ്റും. നമ്മുടെ അപ്ലൈന് ഏത് രീതിയിൽ ഉയരുന്നോ അതിനേക്കാളും അപ്പുറത്തോട്ട് ഉയരാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഇ-കോമേഴ്സ് ഡയറക്ട് സെല്ലിംഗിൽ, പ്രത്യേകിച്ച് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 2 ഓർഗനൈസേഷനിൽ നമ്മൾ ബിസിനസ് വോളിയം ചെയ്താൽ നമുക്ക് 12%, അതിന്റെ പുറമെയുള്ള ബോണസും കാര്യങ്ങളും 9 തരം ഇൻകം ഉണ്ട്. നമുക്കറിയാം, ലീഡേഴ്സ് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ ബിസിനസ്സിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളോട് പറയാണ് 9 തരമുള്ള ഇൻകം ഉണ്ട്. ഈ ഇൻകം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഏതൊരാൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർഷിപ്പാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒരു അപ്ലൈൻ, ഒരു മെന്റർ നമുക്ക് ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു മഹാഭാഗ്യം. അങ്ങനെ ഒരാളെ കിട്ടിയിട്ട് അയാളുടെ ഉപദേശം കിട്ടുക എന്ന് പറയുന്നതിന് മഹാഭാഗ്യാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മെന്റർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയുന്ന ആളല്ല സുഹൃത്തുക്കളെ. പല ആളുകളുടെയും ധാരണ എന്താ പറയുക, ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ട് മെന്റർ നമുക്ക് കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞു തരും. അവിടെ കുറച്ച് വർക്കുകൾ എടുക്കേണ്ടി വരും, കുറച്ച് റിസ്ക് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മെന്റർ പറയുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ദഹിക്കൂല.
പിന്നെ അയാളെ ഒരു 2 ആഴ്ചയായിട്ട് ഒരു വിളിയില്ല, കണ്ടാൽ തന്നെ മുഖത്തേക്ക് നോക്കൂല. ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മുടെ മെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിനെ, നമ്മുടെ ജീവിതത്തിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നമുക്ക് തരുന്നത്, നമുക്കത് നമ്മുടെ മനസ്സിനത് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് അത്ര വളർന്നിട്ടില്ല. നമ്മുടെ മെന്ററുടെ മനസ്സ് വളർന്നുകൊണ്ടാണ്. അദ്ദേഹം നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇലിയാസിന് ഇതിന് കഴിയും. അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ഒരു കനം വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള വർക്ക് എനിക്ക് തന്നു, ഈ രീതിയിലുള്ള ഫീലിംഗ് വന്നാൽ ഒരു സംശയം വേണ്ട, ബിസിനസ്സിൽ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മെന്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉപദേശം നമുക്ക് എല്ലാം അങ്ങ് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉപദേശം ആവൂല ചിലപ്പോ നമുക്ക് കിട്ടുക. ആദ്യം നമുക്ക് കയ്പായിട്ട് തോന്നും, പിന്നെ സാധാരണ നമ്മൾ പറയുന്ന പോലെ മധുരിക്കും. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് മെന്ററുടെ ഉപദേശം 100% നമ്മൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുക. ഇതാണ് എനിക്ക് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മെന്റർ ആയിട്ടുള്ള വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഇഷ്ടംപോലെ ഡൗൺലൈൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള പല ആളുകളെയും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് പാസ് ചെയ്യുന്ന ഒരു ഡൗൺലൈൻ ആയിട്ട് മാറാണ്ടിരിക്കുക. നമ്മളെ മെന്റർ എന്ന് പറയുന്നത് നമ്മളെ നെഗറ്റീവ് എല്ലാം കൂടി കെട്ടയച്ചു വെക്കാനുള്ള ഒരാളല്ല. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രതിസന്ധികൾക്ക് പരിഹാരം തേടലാണ് സുഹൃത്തുക്കളെ നമ്മൾ വേണ്ടത്. പല ആൾക്കാരും മെന്റർ എടുത്ത് പോയിട്ട് എന്തോ എനിക്ക് അതാവണില്ല, എനിക്ക് ഇതാവണില്ല, എന്താ അങ്ങനെ ഇതിങ്ങനെ. ഇതൊരു രീതിയാണ്. ഇതൊരു എന്താ പറയാ ഒരു നെഗറ്റീവ് തോട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പയ്യേരം പറയാന്ന് പറയും നമ്മളൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ അത് കേൾക്കാനുള്ള ഒരാളല്ല സുഹൃത്തുക്കളെ മെന്റർ. നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിനെ കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെന്ത് പരിഹാരം, ആ പരിഹാരം ചോദിക്കാനും അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ആൾക്കാരാണ് മെന്റർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഗറ്റീവ് മൊത്തം കൊണ്ടുവന്നിട്ട് കെട്ടയക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ഒരു ഡൗൺലൈൻ മാറിക്കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ആ ഒരു മെന്റർക്കും തോന്നും എന്താ പറയാ ഒരു വലിയൊരു ഭാണ്ഡം കെട്ടയക്കുന്ന ഒരാൾ വരുന്നുള്ള ഫീലിംഗിലാണ് നിൽക്കുക. ഞാൻ പറയുന്നത് എന്താ പറയാ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നെഗറ്റീവ് പറയാനുള്ള ആളല്ല. ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും വലിയ നെഗറ്റീവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഇങ്ങനെ എന്താ പറയാ ഞാൻ ഇനി ചെയ്യണില്ല, അങ്ങനത്തെ ആളല്ല നമ്മുടെ മെന്റർ. അതേ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ നമ്മുടെ ബിസിനസ്സിൽ എന്താ പറയാ ഒരു ടീം, എന്റെ ബിസിനസ്സിൽ ഓൾറെഡി ഒരു ടീം എന്ത് ചെയ്തു, നമ്മുടെ MI ലെഫ്റ്റ് മാർക്കറ്റിങ്ങിന്റെ കൂടെ മണി ചെയിൻ ചെയ്യുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. ആ സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീം മണി ചെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എനിക്ക് മാറി നിൽക്കാം. അതാണ് നെഗറ്റീവ് സംസാരം. അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, അത് അൽത്താഫ് സാറിനായിട്ട് വളരെ വ്യക്തമായിട്ട് ആ ഒരു സംഭവങ്ങൾ എന്താണെന്ന് അവതരിപ്പിക്കുന്നു, അതിന് എന്ത് പരിഹാരമുണ്ട്, ശക്തമായിട്ടുള്ള തീരുമാനം മനോജ് സാർ അടങ്ങുന്ന നമ്മുടെ വലിയ ആ ഒരു ടീം എന്ത് ചെയ്തു, ശക്തമായ തീരുമാനം എടുത്തു. അവിടെ അവരോട് പറഞ്ഞു, അതായത് ഇല്യാസെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ടീം തൽക്കാലം അങ്ങ് മാറി നിൽക്കുക. നമുക്ക് 2 രീതിയിലുള്ള ഈ ഡയറക്ട് സെല്ലിങ്ങും മണി ചെയിനും കൊണ്ടുപോകുന്ന ഒരു ടീമിനെ നമുക്ക് വേണ്ട. നമുക്കറിയാലോ എന്താ പറയാ ബിസിനസ്സിലായിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ 2 രീതിയിലുള്ള ചിന്ത, ഒരു നെഗറ്റീവ് ചിന്തയും ഒരു പോസിറ്റീവ് ചിന്തയും ഒരേ സമയത്ത് എന്ത് ചെയ്യില്ല, ഒരിക്കലും ബ്രെയിനിന്റെ ഉള്ളിലും എന്ത് ചെയ്യില്ല, അത് വർക്കൗട്ട് ആവില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ വൃത്തികേടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന മണി ചെയിനും വളരെ ശക്തമായിട്ട് ഡ്രീമിനെ ഫുൾഫിൽ ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി രണ്ടും കൂടെ ഒന്നാവില്ല, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരാൾക്ക് ബ്രെയിനിന്റെ ഉള്ളിൽ കൊണ്ടിറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ തീരുമാനം ലീഡേഴ്സ് എടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അതേപോലത്തെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, താൽക്കാലികം അവരങ്ങ് ID ബ്ലോക്ക് ആക്കി മാറ്റി നിർത്തി. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇവിടെയാണ് മെന്റർ എനിക്ക് ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നിട്ട് പോലും ആ സമയത്ത് ശക്തമായിട്ടുള്ള സപ്പോർട്ട് തരാന്, ശക്തമായിട്ടുള്ള തീരുമാനം എടുത്ത് പറഞ്ഞു തരാന് അതിശക്തമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് അൽത്താഫ് സാർ, മനോജ് സാർ അടങ്ങുന്ന ആ ഒരു ടീം നമുക്ക് തന്നു. അപ്പൊ ഇങ്ങനെ ഓരോ പ്രതിസന്ധികളും മനസ്സിലാക്കിയിട്ട് ആ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെ മെന്റർഷിപ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്താ പറയാ ഉടനീളം അത് കുടുംബപരമായിട്ടുള്ള വിഷയം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് മെന്റർഷിപ്പ് നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ട് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ബിസിനസ് വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബെറീഡേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെറീഡേന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് ചെറിയ മാസങ്ങളെ നമുക്ക് ബാക്കിയുള്ളൂ. നമ്മൾ ശക്തമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെന്ററിന്റെ സഹായത്തോടും
സപ്പോർട്ടും ഹെൽപ്പോട് കൂടി ഒക്കെ വലിയ രീതിയിൽ നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കറിയാം നാളെ നമുക്ക് ഇൻഡിപെൻഡന്റ് ഡേ ആണ്. പ്രത്യേകം ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ഡേ ആശംസിക്കുകയാണ് നിങ്ങൾക്ക്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടോ? സാർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, കഴിഞ്ഞ ദിവസം നടന്ന പ്രോഗ്രാമിൽ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, ഫിനാൻഷ്യലി നമ്മൾ ഫ്രീഡം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ടൈം ഫ്രീഡം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇവിടെ നമുക്ക് ജീവിതത്തില് ഭൗതിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 പില്ലറുകൾ ആയിട്ടുള്ള ടൈം, അതേപോലെ തന്നെ ആരോഗ്യം, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, ഈ 3 കാര്യങ്ങളും ശക്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഇന്ന് ദൈവം തമ്പന ഭൂമിയിലേക്ക് ഇറക്കിയ ഇതിനെക്കാളും വലിയ ഓപ്പർച്യൂണിറ്റി എന്തുണ്ട് സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 25ഓളം പ്രോഡക്റ്റുകൾക്ക് ആയുഷ് മാർക്ക് കിട്ടിയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രോഡക്റ്റ് നമുക്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൂടുതൽ വരുമാനം ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്കുണ്ട്. ഇതിലൂടെ നമ്മൾ മൂവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയം വേണ്ട, നല്ല ക്വാളിറ്റി ഉള്ള ടൈം ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് ഇപ്പം ഫാമിലിനായിട്ട് ഒരു വിദേശ ടൂർ പോകണമെന്ന് വിചാരിച്ചാൽ അതാണ് ടൈം ഫ്രീഡം. അങ്ങനെ നമുക്ക് ഇപ്പൊ ഉണ്ടോ? നിങ്ങൾ എത്ര കോടികൾ ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ഒരാഴ്ചത്തേക്ക് ഇന്ന് അങ്ങ് പോകണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ഉണ്ടോ? ഇതിൽ വലിയ രീതിയിൽ കോടികളും വരുമാനമൊക്കെ ഉള്ള ആളുകൾ ഒരു പക്ഷെ മൈലേറ്റല്ലാതെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് ഇതാണ്. ഈ സമയത്ത് എന്റെ ഫാമിലിനായിട്ട്, ഇനി കുട്ടികൾ സ്കൂൾ പോകുന്നുണ്ടെങ്കിൽ എന്റെ വൈഫിനായിട്ട് ഇപ്പൊ എവിടേക്കെങ്കിലും പോകുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടോ? അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മ, അല്ലെങ്കിൽ എന്റെ ഉമ്മയും ഉപ്പയും ഇവരായിട്ട് എവിടേക്കെങ്കിലും ഒരു ഉംറക്കോ അല്ലാന്നുണ്ടെങ്കിൽ ശബരിമല സീസൺ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ടൈം ഫ്രീഡം, എന്തിനും ടൈം ഉണ്ട്, ഇഷ്ടം പോലെ ക്വാളിറ്റി ഉള്ള ടൈം, ഹെൽത്തി ആയിട്ടുള്ള നല്ല സാമ്പത്തികമുള്ള ഒരു ടൈം ഫ്രീഡം, അതാണ് വേണ്ടത്. അതല്ലാണ്ട് നമുക്കറിയാം ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ സാധാരണക്കാരനെ താഴ്ത്തി കിട്ടുന്നില്ല, നമ്മൾ ചിന്തിക്കുക. സാധാരണക്കാരന് ഇഷ്ടം പോലെ സമയമുണ്ട്. അയൽവാസി കല്യാണം പറഞ്ഞാൽ 3 ദിവസം അവിടെ കല്യാണത്തിന് അവിടെ ഉണ്ടാവും. ഇപ്പൊ എന്റെ എന്താ പറയാ വൈഫിന്റെ ജ്യേഷ്ഠത്തിന്റെ മകളുടെ കല്യാണമാണ് നാളെ. ഇന്നും ഞാൻ വർക്കിന് ഇറങ്ങാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വാഭാവികമായിട്ട് ഒരു നോർമലി ചിന്താഗതിക്കാരാണ് 3 ദിവസമായിട്ട് കമ്പനിയൊക്കെ ലീവ് എടുത്ത് അവിടെ അങ്ങ് കൂടും. ഞാൻ പറയുന്നത് ബന്ധങ്ങൾ വേണ്ടെന്നല്ല, 100% ശക്തമായ ബന്ധങ്ങളൊക്കെ നിലനിർത്തണം. പക്ഷെ ആ ബന്ധങ്ങൾക്ക് ഏറ്റവും മാറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട്, സാമ്പത്തികമുള്ള ഒരാളായിട്ട് അവിടെ വേണം. 3 ദിവസം എല്ലാ സപ്പോർട്ടിനും എന്തിനു വിളിച്ചാലും ഇല്യാസിനെ കിട്ടുന്നുള്ള ഒരു അവസ്ഥയിൽ ഒരാളെ കിട്ടിയിട്ട് അവിടെ കാര്യമില്ല. താൽക്കാലം നമുക്കൊരു സുഖം കിട്ടുള്ളൂ, അത് കേൾക്കുമ്പോൾ മാത്രം. അപ്പുറത്ത് വേറെ ആളുകൾ പറയുന്നുണ്ടാവും, ആ ചങ്ങാതി 3 ദിവസമായിട്ട് ഇവിടെ തന്നെയാണെന്ന് പറയുന്നുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരു ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ക്വാളിറ്റി ഉള്ള ടൈമിനെ നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് പരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ ആക്ഷൻസ് ഇടാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയം വേണ്ട, വലിയ രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള, ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ഓൾറെഡി എന്തിനാണ് മെന്റർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മെന്റർ ആരായിരിക്കണം എന്ന് പറഞ്ഞു. മെന്റർ ഇല്ലെങ്കിലുള്ള അവസ്ഥകളെ കുറിച്ചും പറഞ്ഞു. അതുകൊണ്ട് ശക്തമായിട്ട് ഒരു മെന്ററെ തെരഞ്ഞെടുത്തിട്ട് ഞാൻ നിങ്ങളെ മെന്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെല്ലില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ബിസിനസ് പ്ലാന് ഓൾറെഡി നമ്മുടെ ഒരു വർക്ക് പ്ലാന് ഒരു മന്തിലേക്കോ അല്ലെങ്കിൽ ഒരു 6 മന്തിലേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഉണ്ടാക്കുന്ന ഒരു പ്ലാന് നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ട്രഡീഷണൽ മേഖലയിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് മേഖലയിൽ നിന്ന് വന്ന ആളുകൾക്ക് ഈ ബിസിനസ്സിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ടാർഗറ്റ് ഉണ്ടാക്കുന്ന രീതിയോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പൊ നിങ്ങളെ മെന്ററായിട്ട് പോയിട്ടിരിക്കുക. എങ്ങനെയാണ് ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത്, ടാർഗറ്റ് ഇടേണ്ടത് എങ്ങനെയാണ്, അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ മെന്ററായിട്ട് ഇരിക്കേ. അപ്പോഴാണ് ഒരു ടാർഗറ്റ് ഇട്ടിട്ട് അത് ഫോളോ ചെയ്ത് അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ മെന്ററെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ GTS വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ GTS എന്നൊക്കെ പറയുന്നത് എന്താ പറയാ ഒരു BBS അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞൊരു വലിയൊരു പ്രതീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അത്തരത്തില്
വലിയ രീതിയിലുള്ള മാറ്റം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ള GTS മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ GTSൽ ഇത്രയും വലിയ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസിനെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ അൽത്താഫ് സാർ എപ്പോഴും പറയുന്നതാണ് GTSലോട്ട് പരമാവധി ആളുകളുടെ എത്തിക്കുക എന്നുള്ളത്. അൽത്താഫ് സാർ ഈ ബിസിനസ് ബിൽഡ് ചെയ്തതുപോലെ ആ രീതിയിൽ തന്നെയാണ് വണ്ടി വിളിച്ചിട്ടും അല്ലാതെയും ഒക്കെ കൂടുതൽ ആളുകളെ പുതിയ പുതിയ ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള GTSനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നമ്മൾ ഓരോ ആളുകളും ശക്തമായിട്ട് തീരുമാനം എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെന്ററെ ഉപദേശങ്ങൾ തേടി നിർദ്ദേശങ്ങൾ തേടി ശക്തമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ ഈ ബിസിനസ്സിൽ എന്നെ ശക്തമായിട്ട് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അൽത്താഫ് സാറിനും അതുപോലെ തന്നെ നമ്മുടെ സക്സസ് ബറി ഗ്ലോബലിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാർ, അവന്റെ മെന്ററുടെ മെന്റർ ആയിട്ടുള്ള മനോജ് സാറിനും ലതാ മാഡത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.